പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നല്ല രീതിക്കൊക്കെ മഴയൊക്കെ പെയ്ത് തുടങ്ങിയല്ലോ. അപ്പം നമ്മുടെ ടെറസിൽ നല്ല രീതിക്ക് വഴുക്കലാണ്. എൻ്റെ ടെറസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. മഴ പെയ്ത് മഴ തോർന്ന് ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ ആ വെള്ളം പോവുകയും ചെയ്യും. എങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്ക് വഴുക്കലായിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി വെക്കുന്നതിൻ്റെ പൂക്കളും അതും ഇതൊക്കെ വീണ് ഒക്കെ ആയിട്ടുള്ള വഴുക്കലാണ്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ടെറസിൽ എന്തായാലും പൂപ്പായൽ പിടിക്കും. അതിന് നമ്മൾ കുമ്മായി ഇട്ട് കൊടുത്താൽ മതി, പൂപ്പായൽ പോവുകയും ചെയ്യും. ഈ മഴക്കാലമൊക്കെ ഇതാവുന്ന സമയത്ത് നമ്മൾ നല്ല രീതിക്ക് കുമ്മായി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂപ്പായൽ പോവുകയും ചെയ്യും. പക്ഷേ വഴുക്കൽ നമുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുന്നവരായത് കാരണം നമുക്ക് എന്നും 2 നേരവും നമുക്കിതിൻ്റെ മുകളിൽ കയറേണ്ടി ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചരലില്ലേ, ആറ്റിലെ മണൽ, പുഴകളിലേക്ക് മണൽ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ആ മണലില്ലാത്തത് കാരണം ഞാൻ എംസാൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. എംസാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെരയൊക്കെ പണിയാൻ മണലിന് പകരം ഉപയോഗിക്കുന്ന ആ സിമെൻറ്റിൻ്റെ മിറ്റിലിൻ്റെ ആ ചെറിയ പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ വഴുക്കൽ തടയാൻ പറ്റും. ഒരു പരിധി വരെ ഉള്ളൂ കേട്ടോ, മുഴുവൻ എന്ന് പറയുന്നില്ല. എങ്കിലും നമുക്കൊരു സേഫ്റ്റിയാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും തെന്നാനുള്ള സാധ്യതയൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പോൾ പിന്നെ ഈ എംസാൻഡ് മാത്രം ഇട്ട് കൊടുത്തുകൊണ്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ ചെരുപ്പ് നമ്മൾ നോക്കണം. നമ്മുടെ ചെരുപ്പ് നമ്മൾ സാധാരണ പൊട്ടിക്കഴിഞ്ഞാലേ എന്നെ പോലെയുള്ളവരൊക്കെ ചെരുപ്പ് കളയാറുള്ളൂ. പക്ഷേ ചെരുപ്പിൻ്റെ അടിഭാഗം തേഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തെന്നി വീഴും കേട്ടോ. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രിപ്പുള്ള ചെരുപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടേ മേളിൽ കയറാവുള്ളൂ. ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകും കേട്ടോ. ഈ ടെറസിൻ്റെ മേളിൽ തെന്നി വീണുള്ള അപകടങ്ങൾ വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വെച്ചിരിക്കുന്ന പച്ചക്കറികളുടെ നമ്മൾ നടക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ എംസാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോഴത്തേക്കും തെന്നി വീഴരുതല്ലോ, അത് കാരണം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ പച്ചക്കറിയൊക്കെ തന്നെയാണെങ്കിലും മഴ പിടിച്ചത് കഴിഞ്ഞ ശേഷം ഒരുവിധം നന്നായി വരുന്നുണ്ട്. ചീരയൊക്കെ മോശമായി പോവുകയാണ്. ചീരയൊന്നും നല്ല രീതിക്ക് എനിക്ക് കയറുന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചീരയൊക്കെ നിന്നെടുത്തുനിന്ന് അധികം വളർച്ചയൊന്നും ഉണ്ടാകാറില്ല എനിക്ക്. ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കങ്ങനെ ഈ ചുവന്ന ചീരയൊന്നും പിന്നെ ഒരു വലിയ വളർച്ചകൾ ഉണ്ടാകാറില്ല, അങ്ങനെ നിന്ന് പോവുകയുള്ളേ. അപ്പോൾ ചീരയൊന്നും അത്ര സുഖമാകുന്നില്ല. പിന്നെ ഈ വർഷം എനിക്ക് കിട്ടിയേക്കുന്ന പച്ചക്കറികൾ, പയർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്കിപ്പോഴും വിളവ് തരുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. സ്കൂളൊക്കെ തുറന്നപ്പോഴത്തേക്കും വലിയൊരു ആശ്വാസമാണ് കേട്ടോ. രാവിലെ വന്നാണ് നമ്മൾ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ കൊടുത്തു വിടുമ്പോൾ നമ്മൾ കറിയുടെ കാര്യത്തിനൊക്കെ ഇപ്പോഴും നല്ല, എനിക്ക് സാധാരണ അങ്ങനെ ഓടേണ്ടി വരാറില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്കിപ്പോൾ പയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പയർ പോകുന്ന ഒരു ഏകദേശം അതിൻ്റെ ഒരു പകുതി ലൈഫ് കഴിഞ്ഞൊരു പയറാണ്. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഭാഗത്ത് നമ്മൾ തടപ്പയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം പൂവായി തുടങ്ങി. അപ്പം ആ പയർ പോയാൽ നമുക്ക് അടുത്തത് തടപ്പയറാകും. ഇനിയിപ്പോൾ ഈ തടപ്പയർ ഈ പൂക്കുന്ന ഈ ഒരു സമയം പൂത്ത് ഇതുമേന്ന് 1-2 വട്ടം കായ്കൾ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പ് പയർ അടുത്തത് വേറെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ തടപ്പയറിന് കുത്തിയേക്കുന്ന കമ്പുകളെല്ലാം നമ്മുടെ ചെടികളുടെ കമ്പുകളാണ്. പിന്നെ മഴക്കാലമായാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചെടികളുടെ ഇല നമ്മൾ മാക്സിമം കട്ട് ചെയ്യണം. നിലത്തുകൂടി പടരുന്നതാണെങ്കിൽ നമ്മളതിൻ്റെ ഒരുവിധം നിലം മുട്ടിയിരിക്കുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ മഴയും കാറ്റും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ ഭാരവും കായ്കളുടെ ഭാരവും എല്ലാം കൂടി വരുമ്പോൾ ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മാക്സിമം ഇലകളും കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ വിളവായി വരുന്ന എല്ലാ കായ്കളും നമ്മൾ അത് വിളവെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് പോകും. എനിക്ക് അങ്ങനെ പോകാറുണ്ട്. മുളകും ചില ദിവസങ്ങളിൽ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും വെണ്ടയും മുളകും ഒക്കെ മറിഞ്ഞ് കിടക്കണ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ മുളകിനൊന്നും വലിയ പൊക്കമൊന്നും എനിക്ക് വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടിയ മുളകുകളൊക്കെ മൂത്ത് മുരടിച്ച് നിന്ന തൈകളായത് കാരണം വെച്ച ഉടനെ തന്നെ അവർ പൂത്ത് ഒത്തിരി വലിയ രീതിക്ക് പടർന്നോ പൊക്കം വെക്കുകയോ ഒന്നും ചെയ്തില്ല.
പിന്നെ ഇത് നമ്മുടെ കുക്കുംബറാണ്. കുക്കുംബർ ഞാൻ വെച്ച് ഉടനെ തന്നെ മഴ പെയ്തത് കാരണം കുക്കുംബറിന് ഒരു വലിയ വളർച്ചയൊന്നും വന്നിട്ടില്ല. എങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് അതിനകത്ത് കായ ആകുന്നുണ്ട് കേട്ടോ. എല്ലാ പാത്രങ്ങളിലും തന്നെ 1-2 കായ്കൾ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എടുക്കാനും 1-2 കായ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അമ്പഴാണ്. അത് ഞാൻ കഴിഞ്ഞ വർഷം വെച്ചതാണ്. അതിനെ താഴത്ത് കൊണ്ടുപോയി നിലത്ത് വെക്കണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വെച്ചത്, അതുവരെയും പറ്റിയില്ല. ഇത് നമ്മുടെ പിന്നെ അമരപ്പയറാണ്. ഇത് എനിക്ക് ടെറസിൽ തനിയെ കിളുത്ത് കിട്ടിയതാണ്. അത് ഞാനൊരു പാത്രത്തിലോട്ട് വെച്ചു. അത് പൂത്ത് നിൽക്കുകയാണ്. അത് നല്ല തന്നെ ഒരു പയറായിരുന്നു, അമരപ്പയറായിരുന്നു കേട്ടോ. അതിൻ്റെ കായ്കൾ കിട്ടുവാണെങ്കിൽ വിത്തിനായിട്ട് നിർത്തണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം.